ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഈസി ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, കാഷ്നട്ട്, ഒരു ഹാഫ് ലെമണ്, ഒരു സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഫ്രഷ് ക്രീം, പിന്നെ ജീരകം, ഏലക്കായും, ഒരു സിനമൺ സ്റ്റിക്കും, ഇച്ചിരി വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചറിൻ്റെ പേസ്റ്റും ഗാർലിക്കിൻ്റെ പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് കസൂരി മേത്തിയുടെ ഒരു 1/2 ടീസ്പൂണോളം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈരും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 to 30 മിനിറ്റ്സോ അതിൽ കൂടുതലോ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15-30 മിനിറ്റ്സ് എങ്കിലും വെക്കണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു മീഡിയം ഹീറ്റിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ഇട്ട് കൊടുത്ത് ആദ്യം ജീരകവും പിന്നെ നമ്മുടെ സിനമണിൻ്റെ സ്റ്റിക്കും 3 ഏലക്കായും 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും നമ്മൾ സവോള ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടീസ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2 മിനിറ്റ്സോളം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഒരു 4 മീഡിയം സൈസിലെ 4 ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കാഷ്നട്ട് ഒരു 10 എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1 കപ്പ് വെള്ളവും 1 ടീസ്പൂണോളം വിനെഗർ ഇവിടെ ഒഴിക്കുന്നത് ഓപ്ഷണലാണ്. 1 ടീസ്പൂണോളം വിനെഗറും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഇട്ട സിനമൺ സ്റ്റിക്ക് മാത്രം ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് ഒരു ഗ്രൈൻഡറിലേക്ക് ഞാനൊരു മിക്സിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത ശേഷം ഒരു സ്ട്രെയിനറിൽ കൂടി ഇത് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സ്മൂത്ത് ടെക്സ്ചറുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗറോ ഹണിയോ ഉപയോഗിക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് കസൂരി മേത്തി 1 ടീസ്പൂണോളം കസൂരി മേത്തി ഞാൻ ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് മല്ലിയില കുറച്ച് മതി, ഓപ്ഷനിലാണ്. ഇത്രയേ ഉള്ളൂ ബട്ടർ ചിക്കൻ. ഇതിനകത്ത് കസൂരി മേത്തി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ആ കസൂരി മേത്തിയും കൂടി ഇടുമ്പോഴാണ്. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ നേരം. ഇത് പൊറോട്ട, നാൻ, ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.